എന്താ പറയാ ഇവിടെ സ്കൂളിൽ നാളെ പരിപാടിയാണ്. എന്റെ ചുട്ടിക്ക് പരിപാടി ഉണ്ട്. സ്കൂളിന്റെ വാർഷികമാണ് നാളെ. ഞാൻ രാവിലെ തന്നെ ഇപ്പച്ചി വന്നാ അപ്പച്ചിനെ തോളിൽ കയറുന്ന സാധനമാണത്. ഇതാണ് കുട്ടികളെല്ലാവരും സ്കൂളിൽ വന്നേ കളിച്ചാൻ വെക്കണേ. അച്ചുട്ടിയേ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും കുട്ടികളും അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ വൈകുന്നേരത്തെ ചായപ്പടയിലാണ് കേട്ടോ. നോമ്പറക്കാൻ ഉള്ള എന്താണ് ഒരുക്കത്തിലാണ്. അപ്പോൾ കടി ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. കുട്ടികൾ നോമ്പ് പറ്റാൽ പിന്നെ നമുക്ക് ചായയും കടിയും പൊരിയും കറിയും ഒക്കെ ഉണ്ടാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചോറൊക്കെ മതി. അപ്പോൾ എല്ലാവരും നോറ്റുക. എൻ്റെ അച്ചുട്ടി മാത്രമേ നോൽക്കാത്തുള്ളൂ. നിങ്ങൾ എന്താ ചായക്കടയൊക്കെ ഉണ്ടാക്കിയത്? ഞാനിവിടെ കുട്ടികൾ ഇപ്പച്ചിനോട് പറഞ്ഞിരിക്കണ പൊറാട്ട മതിയെന്ന്. അപ്പോൾ ഇവിടെ ഇക്ക പൊറാട്ട ഓർഡർ ചെയ്തിരുന്നു. പൊറാട്ട എത്തിക്കണം. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാ. കറി ചിക്കൻ്റെ കറിയാണ്. അങ്ങനെ ഇവിടെ പഴംപൊരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊരികൾ എന്തെങ്കിലും എൻ്റെ ആദ്യമോനൊക്കെ എന്തെങ്കിലും പൊരിയെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതാ അവിടെ പഴം പൊരിച്ചാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ സംഭവമാണ് ഈ പഴംപൊരി ഇട്ടാ. അപ്പോൾ ഞാനിവിടെ ഇതാ പഴംപൊരി സെറ്റാക്കി എടുക്കുകയാണ്. കുട്ടികളെല്ലാവരും സ്കൂളിട്ട് വന്ന് കളിച്ചാൻ വെക്കണ്. പൊന്നൂസ് ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്താണ് നിൽക്കുകയാണ്. വത്തക്കയും ഇതൊക്കെ കട്ട് ചെയ്ത് ഏതായാലും കുഴങ്ങിക്കണം. കുഴക്കുണ്ടോളെ ഇല്ലേ? സ്കൂളിട്ടെന്ന് പറഞ്ഞിന്ന് കുഴക്കുണ്ടുമ്മ പറഞ്ഞിന്ന്. അപ്പം ഞാൻ ഓള് സ്കൂളിട്ട് വന്നേ ഓളെ കുളിപ്പിച്ച് കുഴക്ക് മാറിക്കോളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുഴക്കൊക്കെ മാറിയിരിക്കണം. ഇക്ക വത്തക്കയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നീ റെഡിയാക്കിയാൽ മതി. പിന്നെ ഇതാ ഇന്നലത്തെ ഉണ്ണിയപ്പം പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഉണ്ണിയപ്പമാണ്. അതിങ്ങനെ എടുത്ത് വെച്ചിരിക്കണ്. പിന്നെ നാരങ്ങ ജ്യൂസ് ഇല്ല. അപ്പം നാരങ്ങ വെള്ളത്തിന് ഇതാ നാരങ്ങ കലക്കട്ടെ കേട്ടോ. നോമ്പറക്കാൻ ഉള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ മക്കള് ആദ്യമോനും അല്ലുമോനും കളി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇതാ എൻ്റെ അച്ചുട്ടിയൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഓള് മാത്രം നോമ്പ് പോയിട്ടില്ലെന്ന്. എന്ത് നോൽക്കഞ്ഞത്? നോമ്പ് കഴിഞ്ഞത് അമ്മച്ചി വിളിപ്പിച്ചില്ല. ലോളെ അടങ്ങിക്ക്. അമ്മച്ചി വിളിപ്പിച്ചില്ല എന്ന് പറയണത്. ഇടിക്കിപ്പിച്ചൂല. എന്ത് നോമ്പ് പറ്റിയാലും എനിക്ക് അല്ല എൻ്റെ പൊന്നൂസ് നോറ്റിട്ട് പൊന്നൂസ് കുഴക്കുണ്ടടി. അയാളുടെ പൊക്കെ കളയല്ലത്. ആ നാരങ്ങ വെള്ളം കലക്കി കണ്ടിട്ട് ആട്ടിക്കാണ്ട് അടക്ക ടേബിൾ അല്ലെങ്കിലേ ടേബിളൊക്കെ ഒഴിച്ച് തുടച്ചിട്ടുള്ളൂ. ഞാൻ രണ്ടാമതും കലക്ക് ഇതാക്കണം. അപ്പം നിങ്ങൾക്ക് എന്താണ് നോമ്പിന് അവിടെ വെക്ക് രണ്ടാമത്തെ ആള്. ഇതൊക്കെ തന്നെ ഇവിടെ പാടട്ടെ. ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ അത് കളഞ്ഞ് അപ്പോൾ എന്താ പറയാ. അപ്പം അങ്ങനെയൊക്കെയാണ്. നോൽമ്പ് നോറ്റാലും ഞാൻ പറയണതിന്റെ മുന്നേ ഇവിടെ കുട്ടികളെ വാപ്പാട് പറഞ്ഞേക്കും. ഞാൻ നെയ്സ്പത്തിരി ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത്. വറുത്തരച്ചിട്ടുള്ള കോഴിക്കറിയും നെയ്സ്പത്തിരിയും. പക്ഷെ അപ്പോൾ ഇവിടെ പൊറാട്ട പറഞ്ഞ് ഏറ്റിക്കണ് വാപ്പാനോട്. അപ്പം എന്താ കാട്ടുക? പൊറാട്ട കൊടുത്തുകൊണ്ട് നോമ്പർക്കുമ്പോൾ ആരും തിന്നൂല കേട്ടാ. എല്ലാവരും പൊറാട്ട തിന്നല് ഇശാബാങ്ക് കൊടുത്ത് കിടക്കുക. ചോറ് നെയ്യാ നേരത്തെ തിന്നുള്ളൂ. പൊരിയും ഫ്രൂട്ട്സും വെള്ളം കുടിച്ചാൽ തന്നെ നോമ്പ് പറഞ്ഞ് കുഴക്കേക്കാരം. പിന്നെ നോമ്പൊക്കെ പറഞ്ഞ് നമ്മൾ കിടക്കാനുള്ള നേരം ഉണ്ടാവില്ല. ഇശാബാങ്ക് കൊടുത്തതിന് ശേഷം അപ്പോഴാട്ടാ പൊറോട്ട തിന്നുള്ളൂ. നോമ്പ് പറഞ്ഞൊക്കെ ഒന്നും പൊറോട്ടൊന്നുമില്ല. പിന്നെന്താ പറയാ, ഇവിടെ സ്കൂളിൽ നാളെ പരിപാടിയാണ്. എൻ്റെ ചുട്ടിക്ക് പരിപാടി ഉണ്ട്. സ്കൂളിന്റെ വാർഷികമാണ് നാളെ. ഞാൻ രാവിലെ തന്നെ പോകും നാളെ ഓളെ സ്കൂളില്. ഓളപ്പം പോവും. ഒരു പരിപാടിയാണ്. പരിപാടിക്ക് അച്ചുട്ടിക്ക് എത്തുള്ളത്. അച്ചുട്ടിക്ക് ഡാൻസ് ഉണ്ട്. കുളിച്ച് അപ്പം എന്താണ് പറയാ, വേഗം കുളിച്ചൂടി. നോമ്പറക്കാനായിക്കണേ വേഗം. അല്ലെങ്കിൽ കുഴക്കുന്നവരൊക്കെ കളിച്ചാൻ പോവാ. പന്തളിച്ചാൻ പോയി വരികയാണ്. ഇപ്പോൾ ഇതരേ അവിടെ കെടുക്കേന്ന്. ചങ്ങായിമാർ വന്ന് വിളിച്ചപ്പോൾ പന്തളിച്ചാൻ പോയിക്കണം. ചെല്ലേ ആ കണ്ടിച്ച് ചെന്നൂട്.
ഇക്ക വരാനായിട്ടാ, ഇക്ക വന്നിട്ടില്ല, ഇക്ക വരാനായിക്കണ്. എല്ലാം ഇവിടെ ടേബിളിമൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. എല്ലാം കുറച്ച് കൊണ്ടുവരും കേട്ടോ. കുട്ടികളെ നോമ്പ് വെച്ചാൽ പിന്നെ അങ്ങനെയാണ്, എന്തെങ്കിലും എല്ലാം ഒപ്പിച്ചും. കുറച്ച് 2 ആപ്പിള്, 2 ഓറഞ്ച്, കുറച്ച് മുന്തിരി, കുറച്ച് എല്ലാം വത്തക്ക, അങ്ങനെ എല്ലാം ഒപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ പൊരികളൊന്നും പിന്നെ കൊണ്ടുവരില്ല. പൊരികൾ കൊടുന്നാൽ ഞാൻ പഴം ഇവിടെ ഇന്നലെ കഴിച്ചൊക്കെ കൊണ്ടുവന്ന പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പഴം ഞാൻ എടുത്തിട്ടില്ല. ഇന്നലെ പിന്നെ നല്ല തക്കാളി കൂട്ടാനും കോഴിമുട്ട പൊരിച്ചതും ചോറും കൂട്ടിക്കാണ്ട് നോമ്പ് പഴച്ചൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പഴം പീങ്ങിയില്ല കേട്ടോ. അപ്പോൾ ആ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പഴം പൊരിച്ചത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് പൊരി ഉണ്ടാക്കണ്ട വിചാരിച്ചത് ഞാൻ. അപ്പോൾ അങ്ങനെ പഴം പൊരി അടായി. പിന്നെ ഇപ്പം എന്താ, ഇന്നലത്തെ ഉണ്ണിയപ്പം ബാലൻസ് ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് വെച്ച്, പിന്നെ നാരങ്ങ വെള്ളം ഒക്കെ തന്നെ. പിന്നെ എന്തൊക്കെ നോമ്പൊക്കെ ആവാനായല്ലേ, എല്ലായിടത്തും നനച്ചുള്ളിപ്പണിയും പരിപാടിയും തിരക്കേക്കാറും. ഇവിടെ ഞാൻ എന്ത് നനച്ചുള്ളിപ്പണി കുറച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഈ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ നനച്ചുള്ളിപ്പണി കഴിച്ചണം. ഈ പരി നനച്ചുളിച്ചിട്ടും കുളിച്ചാത്തൊക്കെ ഒരേപോലെയാണ് കേട്ടോ. ഇന്ന് നന്നാക്കിയ നാളെ അവിടെ മണ്ണ് കൂട്ടും പരിച്ചായികൾ, അതാണ് അവസ്ഥ. പിന്നെ അപ്പം ഇക്ക വന്നു എന്ന് തോന്നുന്നത്. ഇക്ക വന്നു പറഞ്ഞ മക്കളെല്ലാരും വണ്ടിക്കണിട്ടാ. ഇപ്പച്ചി വന്ന അപ്പച്ചിനെ തോളിൽ കയറുന്ന സാധനമാണത്, ഈ സാധനം അല്ലേ. ഇപ്പച്ചി വന്നാ പിന്നെ അപ്പച്ചിന്റെ തോളിൽ അവിടെ കയറി കുത്തിർക്കും. ഫോൺ എടുക്കണ്ടാലും ഫോൺ എടുക്കണ്ടാലും കൂടി. ഇവിടെ ഒരാളിതാ ബാബാനെ ഫോണ് വന്ന് ഫോണ് വാങ്ങി ഗെയിമളി. അച്ചുട്ടിയേ അങ്ങനെ ഇതാ വെള്ളവും ഫ്രൂട്ട്സും കുടിച്ചപ്പോൾ തന്നെ പള്ള നിറഞ്ഞു ഗൈസ്. അപ്പം ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാവാങ്ങ കൊടുത്ത് ചോറ് ഇങ്ങനെ ടൈമിലുണ്ട് പൊറാട്ടയും കറിയൊന്നും തിന്നണുള്ളൂ. അപ്പോൾ പഴംപൊരി ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണിയപ്പുള്ളിയെ അതും തിന്ന്, പിന്നെ ഫ്രൂട്ട്സ് തിന്ന്, ബത്തക്കയും നാരങ്ങളും കുടിച്ചപ്പോൾ തന്നെ പള്ള ഫുള്ളായിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ഒന്നും ചോറ് ചായക്കടയൊന്നും ഇനിയിപ്പോൾ പോകില്ല, പള്ള ഫുള്ളാണ്. അപ്പം ഇനി നിസ്കാരം കഴിഞ്ഞ് ഇഷാവാങ്ങ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടൊക്കെ. ബൈ പൊന്നു, ബൈ.